അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന 5ാം ക്ലാസ്സിലെ അഖീദ എന്ന പുസ്തകത്തിൽ നിന്നുള്ള പാഠങ്ങളാണ്. ഇന്നത്തെ പാഠം നമ്മൾ പറയാൻ പോകുന്നത് 4ാമത്തെ പാഠമാണ്. അൽ കറാമത്തു എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്, ഹെഡിങ്. അൽ കറാമത്തു കണ്ടില്ലേ, അൽ കറാമത്തു. കറാമത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കറാമത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്പെക്റ്റ്, ബഹുമാനം എന്നൊക്കെയാണ്. എന്ത് ബഹുമാനം എന്നൊക്കെ നമുക്ക് ഈ വഴിയെ മനസ്സിലാവും. പക്ഷെ ഇവിടെ കറാമത്തോട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു, മുഇസ്സത്ത്, അമ്പിയാക്കൾക്കുണ്ടാകുന്ന ഒരു അമാനുഷ്യ കഴിവാണ് മുഇസ്സത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അമ്പിയാക്കൾക്ക് അഥവാ പ്രവാചകന്മാർക്ക് അവർ പ്രവാചകരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു അമാനുഷ്യ കഴിവാണ് മുഇസ്സത്ത്. ചില അത്ഭുത സിദ്ധികൾ, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് കഴിയും. സാധാരണ മനുഷ്യരായ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത, അതിന് മുഇസ്സത്ത് എന്ന് പറയും. എന്നാൽ ഇതുപോലെ തന്നെ ഔലിയാക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം അമാനുഷിക കഴിവുകൾ, സിദ്ധികൾ, അതിനാണ് കറാമത്ത് എന്ന് പറയുക. ആരാണ് ഔലിയ, ആരാണ് വലി എന്ന് താഴെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. വലി എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയ. ഒരാൾക്ക് വലി എന്ന് പറയും, കുറേ ആളുകളുണ്ടെങ്കിൽ ഔലിയ എന്ന് പറയും. മഹാത്മാക്കൾക്ക് ഔലിയ എന്ന് നാം പറയുന്നു. മഹാത്മാക്കൾക്ക് ആണ് ഔലിയ എന്ന് പറയുക. മഹാത്മാവ് എന്താണ്? അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. മനസ്സിലായില്ലേ? പരമാവധി ഒരു അള്ളാഹുവിലേക്ക് അടുത്തു, അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനത്തിൽ മുഴുകി അല്ലെങ്കിൽ ആരാധനയിൽ മുഴുകി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾ, യാതൊരു തെറ്റുകളും ചെയ്യാതെ ഇബാദത്തിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് മനുഷ്യർക്കാണെന്ന് പറയുക, ഔലിയാക്കൾ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് അവർ. യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. അള്ളാഹു തആല പറയുന്നു അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് ഇവർക്കാണ് എന്ത് പറയുക, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ച അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ആളുകൾ. അവർക്കാണെന്ന് സാധാരണ പറയുക ഔലിയാക്കൾ എന്ന് പറയുക. പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔലിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ കൂട്ടത്തിലല്ല, ജനങ്ങൾക്കിടയിൽ. അതായത് കള്ള നാണയങ്ങൾ ഉണ്ട് എന്നർത്ഥം, അല്ലേ? ഒരുപാട് കള്ള നാണയങ്ങളുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ ഏതാണ് കള്ള നാണയം, ഏതാണ് ശരിയായ നാണയം എന്ന് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാരാണ് അത് വ്യക്തമാക്കേണ്ടത്. എന്ന ഔലിയാണ്, മറ്റേ ആൾ കള്ളനാണയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പം ആ വിഷയത്തിൽ നമുക്ക് വേണമെങ്കിൽ അവരുടെ സഹായം തേടാവുന്നതാണ്. പിന്നെ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഔലിയാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാധാരണ മനുഷ്യരെ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയും. അതിന് പറയുന്ന പേരാണ് കറാമത്ത്. ഔലിയാക്കളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരെ അവമതിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അവരെ നാം ചീത്ത പറയാനോ അവരെ പരിഹസിക്കാനോ പാടുള്ളതല്ല എന്നർത്ഥം. പിന്നെ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹറം. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയനോട് ഒരിക്കലും നമ്മൾ ശത്രുത കാണിക്കാൻ പാടില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് ഇതിൻ്റെ സംഭവം പറയണം. ഉമർ റളിയല്ലാഹുവിൽ നിന്ന് സംഭവിച്ച ഒരു കറാമത്താണ് ഇനി പറയാൻ പോകുന്നത്, ഒരു ചരിത്ര സംഭവം. എന്താണ്?
ഉമർ റളിയല്ലാഹുവിന് ഈജിപ്ത് കീഴടക്കി. അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെ അവിടെ ഗവർണറായി നിയമിച്ചു. ഭരണം മംഗളമായി മുമ്പോട്ട് പോകുന്നു. അതിനിടെ അവിടുത്തെ ജനങ്ങളെ അംർ ബിൻ ആസ് റളിയല്ലാഹുവിനോട് ഇപ്രകാരം പറഞ്ഞു. മനസ്സിലായോ? അതായത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം. അന്ന് ഈജിപ്ത് എന്ന് പറയുന്ന നാട് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ വന്നു, ഭരണത്തിന് കീഴിൽ വന്നു. ആ നാട്ടിലേക്ക് ഗവർണറായിക്കൊണ്ട്, അപ്പോൾ അന്നുണ്ട് ഗവർണർ സംവിധാനങ്ങളൊക്കെ. ഗവർണറായിക്കൊണ്ട് ആരെ നിയമിച്ചു? അംർ ബിൻ ആസ് എന്ന മഹാനെ നിയമിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ പോയി ഭരണം നടത്തി. ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താ സംഭവം? നൈൽ നദിക്കൊരു പതിവുണ്ട്. എന്താ പതിവ്? ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം, എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. ഇപ്പോൾ അതിൻ്റെ സമയമാണ്. അംർ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. അതായത് മനസ്സിലായില്ല. അതായത് നൈൽ നദി, അംർ ആസ് അവിടെ ഈജിപ്തിലാണുള്ളത്. ഈജിപ്തിൽ ചെന്നപ്പോൾ ആ നാട്ടുകാരൊരു സംഭവം പറഞ്ഞു ഇദ്ദേഹത്തോട്. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിലൊരു സംഭവമുണ്ട്. അതായത് ഓരോ വർഷവും ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം, നൈൽ നദിയിലേക്ക് എറിഞ്ഞു കൊടുക്കണം, എങ്കിലേ അതിൽ വെള്ളമുണ്ടാവുകയുള്ളൂ. നമുക്ക് ആവശ്യമായ കുടിക്കാനും കുളിക്കാനും ആവശ്യമായ വെള്ളം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഒഴുകാതെ വറ്റിപ്പോകും. ഇങ്ങനെ സംഭവം ഞങ്ങൾ നാട്ടിലുണ്ട്, നൈൽ നദിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും എന്ത് ചെയ്യും? ആ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി, വസ്ത്രം അണിയിച്ചൊരുക്കി, ആഭരണം അണിയിച്ചൊരുക്കി എല്ലാം എന്ത് ചെയ്യും? പിന്നെ ആ നദിയിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ നദി എന്താകും? നദിയിൽ വെള്ളം ഉണ്ടായിട്ട് നദി ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് ആ നാട്ടുകാർ, ഈജിപ്തുകാർ ഈ ഗവർണറോട് അംർ ബിൻ ആസിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇസ്ലാമികമല്ലല്ലോ, അങ്ങനെ സംഭവം ഇസ്ലാമിലില്ലല്ലോ, എറിഞ്ഞു കൊടുക്കാവുന്ന സംഭവം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പതിവ് പോലെ അത് ലഭിക്കാത്തതിനാൽ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നു. അങ്ങനെ പിന്നെ ഇദ്ദേഹം പറഞ്ഞു അത് ശരിയല്ല, തെറ്റാണ് പറഞ്ഞപ്പോൾ അവരത് ചെയ്തില്ല. അപ്പം എന്ത് ചെയ്തു? സംഭവിച്ചു, നൈൽ നദി ഒഴുകിയില്ല. ജനങ്ങൾ ഭയപ്പെട്ടു. ഭയപ്പെട്ടു. ഗവർണർ ഖലീഫ ഉമർ റളിയല്ലാഹുവിന് കത്തെഴുതി. ജനങ്ങൾ ഭയപ്പെടാനുള്ള കാരണം നദി ഒഴുകുന്നില്ല, വെള്ളം ഇല്ല, വറ്റി തുടങ്ങുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇത് ഭയങ്കര പ്രയാസമായപ്പോൾ ഈ ഗവർണർ എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹുവിന് കത്തെഴുതി. എന്താ എഴുതിയത്? ഉടനെ ഉമർ റളിയല്ലാഹുവിന് ഒരു കത്ത് കൊടുത്തേക്കുകയും അത് നൈൽ നദിയിൽ ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ കത്ത് അവിടെ കിട്ടി. ഗവർണർ കൊടുത്തയച്ച കത്ത് അവിടെ കിട്ടിയത് ഒരു മറുപടിയും അയച്ചു. ആര്? ഉമർ റളിയല്ലാഹുവിന്. ആ കത്ത് നൈൽ നദി ഇട്ട ഉടനെ നൈൽ ഒഴുകാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ ഒഴുക്ക് ഒരിക്കലും നിലച്ചിട്ടില്ല. അങ്ങനെ അംർ ബിൻ ആസ് ഒരു കത്ത് കൊടുത്തയച്ചു ഉമർ റളിയല്ലാഹുവിന് മറുപടിയും കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കത്ത് എന്ത് ചെയ്യണം? നൈൽ നദിയിൽ ഇട്ടാൽ മതി, എന്ന പ്രശ്നം തീരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കത്ത് നൈൽ നദിയിലിട്ടു. ഉടൻ എന്ത് ചെയ്തു? വെള്ളമുണ്ടായി. നൈൽ നദി പഴയ രീതിയിൽ ഒഴുകാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹുവിന്റെ കത്തിലെ വാചകം ഇപ്രകാരമായിരുന്നു. എന്തായാലും എഴുതിയിരുന്നത് അദ്ദേഹം, മിൻ അബ്ദില്ലാഹി ഉമർ ബിൻ അൽ ഖത്താബ് ഈ അമീർ അൽ മുഅ്മിനീൻ ഇലാ നീൽ മിസ്ർ ഫഇൻ കുന്തി തജ്രി മിൻ ഖിബലകി ഫലാ തജ്രി വഇൻ കാന അല്ലാഹു യുജ്രികി ഫഅസ്അലുൽ വാഹിദൽ ഖഹാർ അൻ യുജ്രികി എന്നതിന്റെ അർത്ഥം താഴെ പറയുന്നുണ്ട്. നൈൽ നദിയോടെ പറയുന്നത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. നൈൽ നദി നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവം ഉമർ റളിയല്ലാഹുവിന്റെ കറാമത്തായിരുന്നു. ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? അതായത് നൈൽ നദിയിലേക്ക് എഴുത്തിടാൻ പറഞ്ഞു. അങ്ങനെ എഴുത്തിട്ടപ്പോൾ എന്തായി? ഈ കത്തിട്ടപ്പോൾ എന്തായി? നൈൽ നദി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ആ കത്തിലുണ്ടായിരുന്നത് നൈൽ നദിയെ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എഴുതുന്നതെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ഇഷ്ടമായി ചെയ്തു, ഒഴുകാതേക്ക് എന്തെങ്കിലും ചെയ്തു. പക്ഷേ നീ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് ഒഴുകുന്നതെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ നിന്നെ ഒഴിക്കാൻ ആവശ്യപ്പെടുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ നിന്റെ ആ ദുശ്ശീലം ഞാൻ മാറ്റും എന്നർത്ഥം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്റെ ഷാട്ട് ഞാൻ മാറ്റും അള്ളാഹുവിൻ്റെ കഴിവോട് കൂടി. അങ്ങനെ ഇപ്പം ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ
ഇത് ഉമർ അള്ളാഹുവിൻ്റെ ഒരു കറാമത്താണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് കറാമത്തുകൾ ആരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്? ഉമർ അള്ളാഹുവിന് സംഭവിച്ചിട്ടുണ്ട്, മറ്റ് സഹാബാക്കളിൽ നിന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെയുള്ള ഔലിയാക്കളായ ആളുകൾ നമുക്കിടയിൽ ഉണ്ട്. പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും എന്നർത്ഥം. ഉമർ അള്ളാഹുവിൻ്റെ മറ്റൊരു സംഭവമാണ് എന്ത്? ഉമർ അള്ളാഹുവിനു ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിമ്പറിൽ വെച്ചിട്ട് അദ്ദേഹം കുറേ മൈലുകൾക്കപ്പുറം യുദ്ധം നയിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സൈന്യത്തെ നിയന്ത്രിച്ചൊരു സംഭവം. ആ സൈന്യാധിപനോട് യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മദീനയിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ സൈന്യത്തെ നിയന്ത്രിച്ച സംഭവം. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇന്നാണെങ്കിൽ ഇപ്പം പ്രയാസമില്ല, കാരണം മൊബൈൽ ഫോണുണ്ട്, ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. അന്ന് ഇല്ലല്ലോ. അപ്പോൾ അത് എന്താണ്? ഒരു അമാനുഷിക സംഭവമാണ്, കറാമത്താണ്. അങ്ങനെ ഒരുപാട്. പിന്നെ ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ നൈൽ നദിയുടെ സംഭവം പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ട്, ഇങ്ങനെ സംഭവം നദിക്ക് ഇപ്പം എന്താ അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? നദിയല്ലേ, ഒരു ജീവനുള്ള വസ്തുവല്ല, മനുഷ്യനല്ല, മറ്റു മൃഗമല്ല, ഒന്നുമല്ല. പിന്നെ എങ്ങനെ നദി ഇപ്പം എങ്ങനെയല്ലേ വാശി പിടിക്കുന്നത്? നദിക്ക് ഇപ്പം എന്തായാലും നേട്ടം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താ കാര്യങ്ങൾ? നദിയല്ല അവിടെ ശാഠ്യം പിടിക്കുന്നത്. നദിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതാരാണ്? അതാണ് പിശാച്ച്. അപ്പോൾ പിശാച്ചാണ് ജനങ്ങളെ ഇവിടെ ഈ വേണ്ടാത്തരം ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പിശാച്ച് എന്ത് ചെയ്യും? ജനങ്ങളെ വഴിതെറ്റിക്കണം. പിശാച്ച് അങ്ങനെ തന്നെയാണല്ലോ. മനുഷ്യരെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്ന ആളാണ്. അതിന് പല മാർഗങ്ങളും അന്വേഷിച്ച് നടക്കുന്ന ആളാണ് പിശാച്ച്. എങ്ങനെയെങ്കിലും 4 ആളെ നരകത്തിൽ കിട്ടണം. 4 ആളല്ല, മുഴുവൻ ജനങ്ങളെയും നരകത്തിലേക്ക് ആക്കണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പം എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം മറ്റുള്ള ആരെങ്കിലുമൊക്കെ ആരാധിക്കുക. അതുപോലെ തന്നെ ഈ നദിയെ വലിയൊരു സംഭവമാക്കി മാറ്റുക. അങ്ങനെ ആചാരം കൊണ്ടുവരിക, ഇസ്ലാമില്ലാത്ത ഒരു ആചാരങ്ങൾ കൊണ്ടുവരിക. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? പിശാച്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിശാച്ചാണ് അവിടെ സത്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അല്ല നദിയല്ല. അപ്പോൾ ഇതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരം കറാമത്തുകൾ മഹാന്മാരിൽ നിന്നും ഉണ്ടാകുന്നതാണ്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ കള്ള നാണയമുണ്ട്, ശരിയായ നാണയമുണ്ട്. അപ്പോൾ ശരിയായ നാണയത്തെ കണ്ടുപിടിക്കാൻ നാമൊക്കെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഏതെങ്കിലും കള്ള നാണയത്തിൻ്റെ അടുത്തിൽ പോയിട്ട് നാം പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.